ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്ക് വഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. OTT ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശിക ഉണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025-ലെ മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെയാകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും MLA മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ R രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്.
സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ട്വന്റി ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7-ന് മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാഥികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല, കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027-നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള IMA ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻ മുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻ മുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഈ മാസം 9-ന് തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.